നമുക്ക് വീണ്ടും കുറച്ച് ആവറേജ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് നമ്മുടെ 76th വീഡിയോ ആണ് എൻ്റെ. നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ. If a person travels a distance at a speed of 40 km/h and the same distance at a speed of 60 km/h, then the average speed of whole journey. ഇതൊരു ടൈം ആൻഡ് ഡിസ്റ്റൻസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ആവറേജ് വന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് കൂടെ ആഡ് ചെയ്തതേ ഉള്ളൂ. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ബേസിക് ക്വസ്റ്റ്യൻ ആണ്. എങ്കിലും നിങ്ങൾ അത് അവിടെ പഠിക്കുമ്പോഴായാലും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, എങ്കിലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും രണ്ട് സ്പീഡ് തന്നിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് ഇത്രയാണ്. ഒരിക്കലും ആവറേജ് എടുക്കുമ്പോൾ, സ്പീഡിന്റെ ആവറേജ് എടുക്കുമ്പോൾ ആദ്യം 20 km സ്പീഡ് അടിച്ചു, പിന്നെ 30 km സ്പീഡ് അടിച്ചു, എങ്കിൽ അതിന്റെ ആവറേജ് അടിക്കാൻ നമ്മൾ സാധാരണ നമ്പർ എടുക്കുന്നു, സം ചെയ്യുന്നു, ബൈ 2 അടിക്കുന്നു. ആ ഒരു കൺസെപ്റ്റിൽ ഒരിക്കലും ഒരു സ്പീഡിന്റെ ആവറേജ് എടുക്കരുത്, എടുത്താൽ തെറ്റിപ്പോകും. പിന്നെ നമുക്ക് വേറെ അതുപോലെ ഇക്വേഷൻ ചെയ്യാം. എപ്പോഴെങ്കിലും ആ ഡിസ്റ്റൻസ് സെയിം ആയാൽ മാത്രം, ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ആ ഒരു രീതിയിൽ ചെയ്യാവൂ. ഡിസ്റ്റൻസ് സെയിം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു പേഴ്സൺ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, നമുക്ക് ആ ഡിസ്റ്റൻസ് നോക്കാം എത്രയായിരുന്നു. അതായത് ഒരു എ ടു ബി, എ പേഴ്സൺ ട്രാവൽസ് അറ്റ് ഡിസ്റ്റൻസ് ഓഫ് സ്പീഡ് ഓഫ് 40 km അറ്റ് സെയിം ഡിസ്റ്റൻസ്. അത് നോക്കാം. ഒരു 40 km/h അയാൾ സഞ്ചരിച്ചു ഒരു എയിൽ നിന്നും ബിയിലേക്ക്. അതൊരു 10 km ആണെന്ന് വിചാരിക്കും. തക്കാലം ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് അയാൾ 40 km/h എയിൽ നിന്ന് ബിയിലേക്ക് വന്നത്. ഇനി ബിയിൽ നിന്നും സിയിലേക്കും അയാൾ ട്രാവൽ ചെയ്തു. പക്ഷെ ആ ഡിസ്റ്റൻസും 10 km തന്നെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇനി പറയുന്ന മെത്തേഡിലും ചെയ്യാൻ പറ്റുള്ളൂ. ആ എളുപ്പവഴിയും ചെയ്യാൻ പറ്റുള്ളൂ. അത് എത്ര കിലോമീറ്റർ ആയിരുന്നു? 60 km/h ആയിരുന്നു. നിങ്ങളിത് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ മാത്രമേ ഈ മെത്തേഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. സെയിം ഡിസ്റ്റൻസിലാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എപ്പോഴെങ്കിലും ഇവിടെ 10 km ഇവിടെ 15 km ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ ചെയ്യാൻ പറ്റില്ല. നമ്മളിത് ബേസിക് ആയിട്ടൊരു ഫോർമുല എന്തായിരുന്നു? ആദ്യം ഒരു x km/h പോയി, പിന്നെ ഒരു y km/h പോയി. ഇത് എളുപ്പം എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 2xy ഡിവൈഡ് ബൈ x പ്ലസ് y ചെയ്താൽ മതി. ഇതായിരിക്കും നമ്മുടെ സ്പീഡിന്റെ ആവറേജ് കണ്ടുപിടിക്കുക. ബേസിക് ഫോർമുല, ഒരു ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ കാണാൻ പഠിച്ചിട്ട് എന്നാലും മതി, നമുക്ക് ഭാവിയിൽ എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വെക്കാം. പക്ഷേ അപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഡിസ്റ്റൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് രണ്ട് സ്പീഡ് അതിലുണ്ട്. ആ രണ്ട് സ്പീഡിന്റെയും ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വേഗം എങ്ങനെ കണ്ടുപിടിക്കാം? അതിന്റെ 2xy ബൈ x പ്ലസ് y എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഇനി ഈ ഡിസ്റ്റൻസ് സെയിം അല്ലെങ്കിലും, അത് സെയിം ഡിസ്റ്റൻസ് അല്ലായിരുന്നു. ആദ്യം ഒരു 10 km പോയപ്പോൾ 40 km/h ആയിരുന്നു, പിന്നെ ഒരു 15 km ആണ് 60 km/h പോയത്. എങ്കിൽ അതിന്റെ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പക്ഷെ അതൊക്കെ എന്തൊക്കെ ടോപ്പിക്കിലാണ്? ടൈം ആൻഡ് ഡിസ്റ്റൻസ് നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനിയിപ്പോ നമ്മൾ ഇതിനകത്ത് കൂടുതൽ സംസാരിച്ചാൽ എന്ത് ചെയ്യും? ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടോപ്പിക്കിലേക്ക് കയറി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടുത്തെ പറയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് പറയുമ്പോൾ ഉറപ്പായിട്ടും ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞു ഡൗട്ടുകളെല്ലാം അവിടെ ക്ലിയർ ചെയ്യും. നമ്മളിപ്പോൾ ആവറേജ് പഠിക്കുന്നതുകൊണ്ട് കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് നമ്മൾ വീണ്ടും ബാക്കി ആവറേജ് ക്വസ്റ്റൻസിലേക്ക് പോകുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ഓർമ്മ കിട്ടാനും ഒരു ഐഡിയ കിട്ടാനും വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ആവറേജ് ഓഫ് 2 ഡിഫറെന്റ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ 2xy ബൈ x പ്ലസ് y ചെയ്താൽ മതി. 2xy ബൈ x പ്ലസ് y, ഇവിടെ x ന്റെ വാല്യൂ എത്രയായിരുന്നു? 40 km ആയിരുന്നു, y ന്റെ വാല്യൂ എത്രയായിരുന്നു? 60 km ആയിരുന്നു. എങ്കിൽ ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2xy ബൈ x പ്ലസ് y ചെയ്താൽ എത്ര കിട്ടും? അതായത് 2xy ബൈ x പ്ലസ് y. ഇവിടെ x എത്രയായിരുന്നു? 60 km ആയിരുന്നു, y എത്രയായിരുന്നു? 40 km ആയിരുന്നു. അപ്പൊ 2 into x into y, 2xy divided by x plus y, 60 plus 40. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. അതായത് ഫസ്റ്റ് സ്പീഡ് എത്രയായിരുന്നു? 40 km ആയിരുന്നു, അടുത്ത സ്പീഡ് എത്രയായിരുന്നു? 60 km ആയിരുന്നു, ഡിസ്റ്റൻസ് സെയിം ആയിരുന്നു. എങ്കിൽ അവർ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ 2xy by x plus y ചെയ്താൽ പോരെ? എത്ര കിട്ടും നോക്കാം. 2 into x into y, 60 into 40 എങ്ങനെ ചെയ്യും? 6 into 4 ചെയ്താൽ മതി. 6 into 4 24 into 2 48 കിട്ടും. 418 കിട്ടും.
അപ്പം അവിടെ നമുക്ക് 480 കിട്ടി. ഡിവൈഡ് ബൈ 60 പ്ലസ് 40 എത്ര കിട്ടും? 100 കിട്ടും. 480 ബൈ 100 എത്ര കിട്ടും? അയ്യോ, ഇവിടെ 2 സീറോ ഉണ്ട് കേട്ടോ, കാരണം 16 സീറോ ഉണ്ട്, 14 സീറോ ഉണ്ട്. 2 സീറോയില് 10 × 10 എന്തായാലും 100 ആവും. അപ്പം 4800 ഉണ്ട്. 4800 ബൈ 100. അപ്പം നമുക്ക് ആൻസർ എടുക്കാം. ആവറേജ് സ്പീഡ് 48 km/h എന്ന് കിട്ടും. അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്ക് ബാക്കി ഇത് സെയിം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടായത്. ഇനി സെയിം ഡിസ്റ്റൻസ് അല്ലാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിനെ സെയിം ഡിസ്റ്റൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന മെത്തേഡൊക്കെ ഉണ്ട്, എളുപ്പമായിട്ട് കിട്ടും. മൈൻഡിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ മെത്തേഡുകളൊക്കെ ഉണ്ട്. അത് ഞാൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം ഇങ്ങനെ 2 ഡിസ്റ്റൻസ് അതിലുണ്ട്. 2 ഡിസ്റ്റൻസ് സെയിം ആണ്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള 2 സ്പീഡിൽ ഒരു സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെ വേഗത്തിൽ ചെയ്യാം, അതിന്റെ ഇക്വേഷൻ എന്താണ്, വേഗം ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് മാത്രം ജസ്റ്റ് എന്ന് പറയുന്നേ ഉള്ളൂ. എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? അതായത് xy 2xy ബൈ x പ്ലസ് y. ഇവിടെ x എത്രയായിരുന്നു? 40 km/h ആയിരുന്നു. y 60 km/h ആയിരുന്നു. അപ്പം 2 × 60 × 40 ഡിവൈഡ് ബൈ 60 + 40 ചെയ്താൽ മതി. ആവറേജ് സ്പീഡ് നമുക്ക് എത്ര കിട്ടും? ആവറേജ് നമുക്ക് എത്ര കിട്ടും? 48 എന്ന് കിട്ടും. അപ്പം ഈ രീതിയിൽ ചെയ്യാം. ഇനി ഇതിങ്ങനെ അല്ല, ഇതല്ലാണ്ട് ഒരു 10 കിലോമീറ്ററും ഒരു 20 കിലോമീറ്റർ ആയിരുന്നെങ്കിലോ? അപ്പോൾ ഇത് സെയിം ഡിസ്റ്റൻസ് അല്ലല്ലോ. അപ്പം 10 കിലോമീറ്റർ ആളെന്ത് ചെയ്തു? ഒരു 40 km/h പോയി. 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് അയാൾ 40 km/h പോയി. മായ്ക്കണം, നമ്മൾ ചെയ്ത് മായ്ച്ചിട്ട് പറഞ്ഞുതരാം. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ഞാൻ വേറെ രീതിയിൽ ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അതായത് ആദ്യം ഒരു 10 കിലോമീറ്റർ അയാൾ ഈ പറഞ്ഞ 40 km/h പോയി. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ഒരു 20 കിലോമീറ്റർ എയിൽ നിന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു 60 km/h പോയി. എങ്കിൽ ഇതിന്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇനി നമുക്ക് 2xy ബൈ x പ്ലസ് y ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം ഡിസ്റ്റൻസ് സെയിം ആണോ? അല്ല. എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് ഇങ്ങനെ വിചാരിക്കാമോ? അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലാണ് നമ്മുടെ കാര്യം. ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ വിചാരിക്കുന്നു. അതായത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാം. ആദ്യം 10 km/h ഉണ്ടായിരുന്നു. ഇവിടെ 20 ആയിരുന്നു മൊത്തം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ഞാൻ 10 km/h വെച്ചൊരു എക്സ് ഡിസ്റ്റൻസ് എടുക്കുന്നു. വീണ്ടും ഒരു 10 km/h എടുക്കുന്നു. അപ്പൊ ഇത് നോക്കി, ആദ്യം 10 km A to B പോയി, പിന്നെ ബിയിൽ നിന്ന് എക്സിലേക്ക് 10 km പോയി, പിന്നെ എക്സിൽ നിന്ന് സിയിലേക്ക് വീണ്ടും ഒരു 10 km പോയി. ഈ മൊത്തം 10 km + 10 km, ഇതിനെ നമ്മൾ 20 km ആയിട്ട് വിചാരിച്ചിരുന്നത്. ഇതിൽ A to B മാത്രം സഞ്ചരിക്കാൻ അയാൾക്ക് എത്ര സമയം വേണ്ടി വന്നു? A to B മാത്രം സഞ്ചരിക്കാൻ അയാൾക്ക് ഒരു 40 km/h വേണ്ടി വന്നു. ഇനി B to C മാത്രമാണെങ്കിലോ? അറിയാം, B to C ടോട്ടൽ എത്രയാണ്? 60 km ആയിരുന്നു. ആ 60 km സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ട് സ്പീഡ് വ്യത്യാസം വരുന്നല്ലോ. ബിയിൽ നിന്ന് സി വരെ എത്ര സ്പീഡിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്? മൊത്തത്തിൽ 60 km/h തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതിൽ ഞാൻ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് കുറച്ച് പോർഷൻ മാത്രമാണ് ചോദിച്ചെങ്കിലും അത് ഉറപ്പായിട്ട് എന്തായിരിക്കും? 60 km/h ആയിരിക്കും. അല്ലാതെ അതിന്റെ പകുതി ആവുന്ന സ്പീഡ് പകുതി ആവുന്നില്ല. സ്പീഡ് ഒരിക്കലും പകുതി ആവില്ല. നമ്മുടെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ആള് ബിയിൽ നിന്ന് സിയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന സ്പീഡ്, വണ്ടിയുടെ സ്പീഡ് എത്രയായിരുന്നു? 60 km ഇങ്ങനെ സ്വിച്ച് ചെയ്തിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഇടയ്ക്ക് കറക്റ്റ് മിഡിൽ പോയിന്റ് എക്സ് പോയിന്റ് എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ ആ ബിയിൽ നിന്നും എക്സ് വരെയും അയാൾ 60 km/h, എക്സ് കഴിഞ്ഞ് സിയിൽ വരെയും അയാൾ 60 km ആണ്. എന്നുവെച്ചാൽ ആ ദൂരം മൊത്തം അയാൾ എന്ത് ചെയ്യുന്നു? 60 km തന്നെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇടയ്ക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ട് സ്പീഡ് വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. ഡിസ്റ്റൻസ് മാത്രമേ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആക്കി എഴുതുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങളുടെ എത്ര തന്നെ കിട്ടുള്ളൂ? 60 km/h തന്നെ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ നോക്കി, ഒരു 3 സെയിം ഡിസ്റ്റൻസ് ആയില്ലേ? നിങ്ങൾക്ക് ആ ഡൗട്ട് കൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇപ്പൊ നോക്കിയാൽ നമുക്ക് എന്തായി? ഡിസ്റ്റൻസ് സെയിം ആയി. പക്ഷെ നമ്മുടെ വേരിയബിൾ എത്രയായി? ഇവിടെ നമ്മുടെ വേരിയബിൾ ഇട്ടായി. ഇതിപ്പോ എക്സ് ആയി, ഒരു വൈ ആയി, ഒരു ഇസഡ് ആയി. 3 ഡിഫറെന്റ് സ്പീഡുകളായി. അങ്ങനെ 3 ഡിഫറെന്റ് സ്പീഡുകൾ സെയിം ഡിസ്റ്റൻസ് തന്നാൽ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. അതും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് സെയിം ഡിസ്റ്റൻസിലുള്ള ഒരു 3 ഇക്വേഷൻ വന്നു, എക്സ് വൈ ഇസഡ്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും ചെയ്യുക? അതായത് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ. ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 3xyz divided by xy plus yz plus xz. ഇത് റാൻഡം ആയിട്ട് മാറ്റി എഴുതിയാൽ x y y z x z എല്ലാവരും റാൻഡം ആയിട്ട് സം ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചാൽ നമുക്ക് എന്ത് പിടിക്കാൻ പറ്റും? അവരുടെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും.
ഇതിനകത്ത് ആവറേജ് എത്രയായിരുന്നു? 3 ഇൻറ്റു എക്സ് എത്രയായിരുന്നു? 40, വൈ എത്രയായിരുന്നു? 60, വീണ്ടും ഇസഡ് എത്രയായിരുന്നു? 60 ഡിവൈഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ്. എക്സ് വൈ എത്രയായിരുന്നു? എക്സ് ഇൻറ്റു വൈ 40 ഇൻറ്റു 60 എക്സ് വൈ പ്ലസ് വൈ സെഡ് 60 ഇൻറ്റു 60 പ്ലസ് എക്സ് സെഡ് 60 ഇൻറ്റു 40. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവരുടെ ആവറേജ് സ്പീഡ് കിട്ടും. അതായത് ഈ നമുക്ക് ആക്ച്വലി ഈ 2 നമ്പർ ആയിരുന്നു, പക്ഷേ 2 നമ്പർ നമ്മൾ എന്താക്കി 3 മാറ്റി. എന്തിനു വേണ്ടി? നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടി. ഈ ഒരു മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടതേ ഉള്ളൂ. ഇത് ഇതിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേറെ മെത്തേഡുകളുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ 3 നമ്പർ വന്നാൽ 3xyz ഡിവൈഡ് ബൈ xy പ്ലസ് yz പ്ലസ് xz ചെയ്താലും മതി, നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കുക, അങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്കിലും നിങ്ങൾക്ക് തറവാക്കാനും ചെറിയ എററുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ദി ആവറേജ് വെയിറ്റ് ഓഫ് 40 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് is 60 kilogram. When 20 new students are admitted, the average weight is reduced by 2. Find the average weight of new students. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തതാണ്. അതിൻ്റെ സാധാ മെത്തേഡ് എന്താണ്, എളുപ്പവഴി എന്താണ്, ഇക്വേഷൻ വെച്ചിട്ടുള്ള മെത്തേഡ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇനി ഞാൻ ട്രഡീഷണൽ മെത്തേഡൊന്നും അധികം പറയുന്നില്ല, എളുപ്പമുള്ള മെത്തേഡിൽ തന്നെ ചെയ്യുന്നുള്ളൂ. ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ അല്ല, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ അത് നിങ്ങൾ നോക്കിയാൽ മതി. ട്രഡീഷണൽ മെത്തേഡ് അല്ലെങ്കിൽ സാധാ മെത്തേഡിൽ എങ്ങനെ ചെയ്യാം, കൺസെപ്റ്റ് മെത്തേഡിൽ എന്ത് ചെയ്യാമെന്നൊക്കെ. ഇക്വേഷൻ വെച്ചാണെങ്കിൽ അതിന് ചെറിയ എറർ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഇട്ടെന്നേ ഉള്ളൂ. നോക്കാം എങ്ങനെയാണെന്ന്. നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ കണ്ടാൽ ആവറേജ് വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ മെത്തേഡ് അറിയാമായിരുന്നു. എന്തായിരുന്നു? ന്യൂ വാല്യൂ ഈസ് ഈക്വൽ ടു ഓൾഡ് ആവറേജ് പ്ലസ് ഓർ മൈനസ് ചേഞ്ച് ഇൻ ആവറേജ് ബൈ ചേഞ്ച് ഇൻ നമ്പറിന്റെ പ്രസന്റ് നമ്പർ. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇത് നോക്കിയേ, ഒരു 20 ന്യൂ പീപ്പിൾ അഡ്മിറ്റ് ചെയ്തപ്പോൾ അവർ ആവറേജ് വെയിറ്റ് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? പുതിയ ആൾക്കാർ വന്നപ്പോൾ ആവറേജ് കുറയല്ലേ ചെയ്തത്. അപ്പം അങ്ങനെ ഒരു പുതിയ ആൾക്കാർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞാൽ നമ്മളെ സൈൻ സിമ്പിൾ ആഡ് ചെയ്യണോ അത് സബ്ട്രാക്ട് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എങ്കിൽ ഇവിടെ എന്തായിരിക്കും ചെയ്യേണ്ടത്? നമുക്ക് ന്യൂ വാല്യൂ ഈസ് ഈക്വൽ ടു ന്യൂ വാല്യൂ, അതായത് ഇവിടെ നോക്കി ഒരാളാണ് വന്നത്, ഒരാൾ വന്നപ്പോഴാണ് ഈ ചേഞ്ച് ഉണ്ടാകുന്നതെങ്കിൽ ന്യൂ വാല്യൂ ആണ്. അതല്ല ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് വരുന്നതെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചാൽ നമുക്ക് ആവറേജ് മാത്രമേ കിട്ടുള്ളൂ. ആ ഒരു കൺസെപ്റ്റും കൂടി മനസ്സിൽ വെച്ചേക്കണം. അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ വന്നിട്ടാണ് ഈ ഇക്വേഷൻ ചെയ്യുന്നതെങ്കിൽ ആ വരുന്നവരുടെ വാല്യൂസ് അല്ല, അവരുടെ ആവറേജ് വാല്യൂസ് ആയിരിക്കും കിട്ടുക. അപ്പം ന്യൂ ആവറേജ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ തന്നെയാണ്. അതായത് ന്യൂ ആവറേജ് ഈസ് ഈക്വൽ ടു പുതിയ ആവറേജ് വാല്യൂ, ആവറേജ് എന്ന് വെച്ചാൽ പുതിയതായിട്ട് വന്ന ആൾക്കാരുടെ ആവറേജ്. ന്യൂ ആവറേജ് ഈസ് ഈക്വൽ ടു ഓൾഡ് ആവറേജ് പ്ലസ് ഓർ മൈനസ് ചേഞ്ച് ഇൻ ആവറേജ് ഡിവൈഡ് ബൈ, ഞാൻ വീണ്ടും എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, ഇൻറ്റു പ്രസന്റ് നമ്പർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി അതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഓൾഡ് ആവറേജ്, ഇവിടെ ആവറേജ് എത്രയായിരുന്നു? ആവറേജ് വെയിറ്റ് ഓഫ് 40 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് 60 കിലോഗ്രാം. ഓൾഡ് ആവറേജ് എത്രയായിരുന്നു? 60 കിലോഗ്രാം ആയിരുന്നു. ഇനി പ്ലസ് ഓർ മൈനസ്, ഇതിൽ പ്ലസ് വരുന്ന എപ്പോഴായിരുന്നു? ന്യൂ ആൾക്കാർ എൻറ്റർ ചെയ്യുമ്പോൾ അവരുടെ ആവറേജ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, പുതിയ ആൾക്കാർ വന്നു ആവറേജ് ഇൻക്രീസ് ചെയ്തു എങ്കിൽ നമുക്ക് പ്ലസ് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ 20 പേർ വന്നു, പക്ഷേ അങ്ങനെ 20 പേർ വന്നപ്പോൾ അവർ ആവറേജ് എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്, കുറയുകയാണ് ചെയ്തത്. എങ്കിൽ ഉറപ്പായിട്ട് ഇവിടുത്തെ സിമ്പിൾ എത്രയായിരിക്കണം? മൈനസ് സിമ്പിൾ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. കുറച്ച് പേർ വന്നപ്പോൾ അവരുടെ ആവറേജ് വെയിറ്റ് റെഡ്യൂസ് ആണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ സിമ്പിൾ എന്ത് കൊടുക്കണം? നെഗറ്റീവ് സിമ്പിൾ കൊടുക്കണം. ഇൻറ്റു ചേഞ്ച് ഇൻ ആവറേജ് ബൈ ചേഞ്ച് ഇൻ നമ്പർ. ഇവിടുത്തെ ചേഞ്ച് ഇൻ ആവറേജ് എത്രയായിരുന്നു? ആവറേജ് റെഡ്യൂസ്ഡ് ബൈ 2. ചേഞ്ച് ഇൻ ആവറേജ് എത്രയായിരുന്നു? 2 ആയിരുന്നു. ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ നമ്പർ. എത്ര നമ്പർ ചേഞ്ച് ചെയ്തു? പുതിയതായിട്ട് 20 പേർ വന്നു, 20 നമ്പർ അല്ലേ പുതിയത് വന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ നമ്പർ എത്രയായിരുന്നു? 20 ഇൻറ്റു പ്രസന്റ് നമ്പർ. നേരത്തെ എത്ര പേരുണ്ടായിരുന്നു? 40 നമ്പർ ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നും 20 ആൾക്കാർ കൂടി എക്സ്ട്രാ വന്നു. അപ്പോൾ 40 + 20 60 ആയിരിക്കും പ്രസന്റ് നമ്പർ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചേക്കുക. എന്തായിരുന്നു പ്രസന്റ് നമ്പർ വരാൻ കാര്യം? നേരത്തെ 40 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ 20 ന്യൂ പീപ്പിൾ അഡ്മിറ്റ് ചെയ്തു. ഇത് പോയതായിരുന്നു എന്ത് ചെയ്യണം? -20 ചെയ്യണമായിരുന്നു. ഇവിടെ അഡ്മിറ്റ് ചെയ്യാനും കൂടുതൽ വരികയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ഇതിന് എന്ത് ചെയ്തു? +20, 40 + 20 60 എഴുതി. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ കിട്ടുന്ന ആൻസർ പുതിയ ആളുടെ ന്യൂ വാല്യൂ എന്ന് പറഞ്ഞ് എഴുതരുത്. അതായത് ഈ 20 പേരുടെയും കൂടി വാല്യൂസിന്റെ ആവറേജ് വാല്യൂ, ന്യൂ ആവറേജ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുക.
സാധാരണ നമ്മൾ ന്യൂ വാല്യൂ എന്നല്ലേ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ന്യൂ വാല്യൂ എന്ന് പറഞ്ഞാൽ കിട്ടുമ്പോൾ 20 പേരുടെയും കൂടി വാല്യൂ ആണ് അത് എന്ന് വിചാരിക്കരുത്. ആ 20 പേരുടെയും കൂടിയുള്ള ആവറേജ് വാല്യൂ, ആ 20 പേരുടെ ആ പറയുന്ന വെയിറ്റിൻ്റെ ആവറേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. നമുക്ക് നോക്കാം എത്ര കിട്ടുന്നു. 2/20 എത്ര കിട്ടും? 1/10 കിട്ടും. ആ 0യും ഈ 0യും കിട്ടുന്നു. 60 - 6 എത്ര കിട്ടും? 54 എന്ന് കിട്ടും. അതായത് ഇനി വരുന്ന 20 സ്റ്റുഡൻസ്, അഡ്മിറ്റ് ചെയ്ത 20 സ്റ്റുഡൻസിന്റെ ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാമാ? 54 കിലോഗ്രാമാ. അപ്പൊ ഈ ഒരു കാര്യം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അതായത് പുതിയ കുറച്ച് പേര് വരുന്നു, അപ്പോൾ അവരുടെ ആവറേജ് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ സിമ്പിൾ എന്ത് കൊടുക്കുക? നെഗറ്റീവ് സിമ്പിൾ കൊടുക്കുക. അതുപോലെ തന്നെ അവർ പുതുതായിട്ടാണ് അഡ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അവരുടെ നമ്പർ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓൾഡ് നമ്പറിൽ നിന്ന് 20 ആഡ് ചെയ്ത് 60 ആക്കി. എന്നിട്ട് നമുക്ക് നമ്പർ കിട്ടി 54. ഈ 54 എന്ന് പറഞ്ഞാൽ 20 ആൾക്കാരുടെയും കൂടി സം ഓഫ് വാല്യൂ അല്ല, 20 ആൾക്കാരുടെ ആവറേജ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ ന്യൂ വാല്യൂ എന്നാണ് സാധാരണ ചെയ്യാറെങ്കിലും ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ആൻസർ കിട്ടുന്നത് എന്തിലായിരിക്കും? ആവറേജിലായിരിക്കും. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വേറെ രീതിയിൽ കൂടി പറയാം. ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. അതായത് ഈ 20 സ്റ്റുഡൻസ് അഡ്മിറ്റഡ് എന്നല്ലേ പറയുന്നത്, അവർ പുറത്തേക്ക് പോയപ്പോഴാണെങ്കിൽ എന്താണ് വരും? 20 സ്റ്റുഡൻസ് പുറത്തേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ആ ഒരു ക്വസ്റ്റ്യൻ കൂടി അതിന്റെ കൂട്ടത്തിൽ പറയുന്നുള്ളൂ ഓർത്തപ്പോൾ. അങ്ങനെയായിരുന്നെങ്കിൽ ഓൾഡ് ആവറേജ്, ഇപ്പൊ ന്യൂ വാല്യൂ അല്ലേ നമുക്ക് കണ്ടത്? ന്യൂ ആവറേജ് വാല്യൂ ഈസ് ഈക്വൽ ടു, ഇവരിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ എന്താണ് ഞാൻ മാറ്റിയത്? 20 സ്റ്റുഡൻസ് അവിടെ നിന്ന് ക്വിറ്റ് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ അവരുടെ വെയിറ്റ് റെഡ്യൂസ് ബൈ 2 ആയി എന്നല്ലേ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ വരും? ഓൾഡ് ആവറേജ് എത്രയായിരുന്നു? 60 കിലോഗ്രാം പ്ലസ് ഓർ മൈനസ് ചേഞ്ച് ഇൻ ആവറേജ്. ഇവിടെ ചേഞ്ച് ഇൻ ആവറേജ് എത്രയാ? ബൈ 2 അല്ലേ. പക്ഷേ ഇത് കുറഞ്ഞു, റെഡ്യൂസ് ചെയ്ത് ബൈ 2 ആയി. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 20 ന്യൂ പീപ്പിൾ ക്വിറ്റ് ദ പാർട്ടി എന്നല്ലേ പറയുന്നത്. അപ്പോൾ 20 ആൾക്കാർ പുറത്തേക്ക് പോയപ്പോൾ ആവറേജ് 2 കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് സിമ്പിൾ ആയിരിക്കും? അങ്ങനെയുള്ള കേസിൽ പോസിറ്റീവ് സിമ്പിൾ ആയിരിക്കും. ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കണം. പുറത്തേക്ക് പോകുമ്പോൾ കുറയുന്നു എങ്കിൽ പോസിറ്റീവ് തന്നെ, അവർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ കൂടുന്നു അതും പോസിറ്റീവ് തന്നെ. അതല്ലാതെ ബാക്കി ഉൾട്ടാ കണ്ടീഷൻ എല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതായത് നേരത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അഡ്മിറ്റ് ചെയ്തപ്പോൾ കുറഞ്ഞു, നെഗറ്റീവ് ആയിരിക്കും. പുറത്തേക്ക് പോയപ്പോൾ കൂടി, അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ ഈ ഇക്വേഷനകത്ത് കറക്റ്റായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കണം. അപ്പോൾ ഇവിടെ സിമ്പിൾ എത്രയായിരുന്നു? അവർ പുറത്തേക്ക് പോയപ്പോൾ അവരുടെ ആവറേജ് വെയിറ്റ് കുറഞ്ഞു, അപ്പോൾ പോസിറ്റീവ് തന്നെ. പുറത്തേക്ക് പോയപ്പോൾ കുറഞ്ഞു, പോസിറ്റീവ്. പ്ലസ് ഇനി എന്തായിരുന്നു? ചേഞ്ച് ഇൻ ആവറേജ് എത്രയാണ്? 2 ബൈ ചേഞ്ച് ഇൻ നമ്പർ 20 ഇൻറ്റു പ്രസന്റ് നമ്പർ. ശ്രദ്ധിക്കുക, ഇവിടെ 20 ആൾക്കാർ പുറത്തേക്ക് പോയില്ലേ? ആൾറെഡി എത്ര പേരുണ്ടായിരുന്നു? 40 പേരുണ്ടായിരുന്നു. അതിൽ നിന്ന് 20 പീപ്പിൾ പുറത്തേക്ക് പോയി. ബാക്കി എത്ര ഉണ്ടാവും? 40 - 20 ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തേക്കുക. പ്രസന്റ് നമ്പർ 40 ഉണ്ടായിരുന്നു, 20 ക്വിറ്റ് ചെയ്തു, ബാക്കി എത്ര ഉള്ളൂ? 20 ഉള്ളൂ. എങ്കിൽ ന്യൂ ആവറേജ് വാല്യൂ എത്ര കിട്ടും നോക്കാം. 60 പ്ലസ് ഒരു 0, 20 കട്ട് ചെയ്തു, ബാക്കി എത്ര ഉണ്ട്? 60 + 2 എത്ര കിട്ടും? 62 കിലോഗ്രാം എന്ന് കിട്ടും. ആ പോയ 20 പേരുടെ ആവറേജ് വെയിറ്റ് എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 62 ആയിരിക്കും. ഇവിടെ 20 പേർ പുറത്തേക്ക് പോയെന്നല്ലേ ഞാൻ പറയുന്നത്. ആ പുറത്തേക്ക് പോയവരുടെ ആവറേജ് വെയിറ്റ് എത്രയായിരിക്കും? 62 വീതമുള്ള 20 പേരായിരിക്കും പുറത്തേക്ക് പോയത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവരുടെ ആവറേജ് വെയിറ്റ് 2 വീതം റെഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇനി തിരിച്ച് മറിച്ചൊക്കെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാകുന്നവരെ. അപ്പം അത് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇതുപോലുള്ള 1-2 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം ആ ക്വസ്റ്റ്യൻ എന്താണെന്ന്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ശരി, ബൈ.